എല്ലാം എല്ലാം മോശമായിരുന്നു. നല്ല കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. നല്ല കാര്യങ്ങൾ എനിക്ക് ഒരെണ്ണം പോലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തികെട്ട പരിപാടി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഞാൻ 100% അത് ഞാൻ അഡ്മിറ്റ് ചെയ്യും. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാലഘട്ടമാണത്. കാരണം എന്താ പറയുക, ഞാൻ കാരണം ചിലപ്പോൾ പറയാൻ പറ്റില്ല, എനിക്കറിയില്ല, ഞാൻ കാരണം എന്നെപ്പോലെ ആവാൻ നോക്കി നശിച്ചുപോയ പിള്ളേർ വരെ ചിലപ്പോൾ ഉണ്ടാവും. കാരണം ഞാൻ അങ്ങനത്തെ ക്രേസി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത്. അപ്പം അത് കണ്ട് ഇൻസ്പയറായി നശിച്ചുപോയ ആൾക്കാരുണ്ടാവും. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ആവരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയല്ല ആയതിനും കുറേ കാരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഹാപ്പിയാണ്, എനിക്ക് അങ്ങനെയൊന്നും ആവേണ്ട കാര്യമില്ല. പക്ഷേ ഭാവിയിൽ ഞാൻ ടോട്ടലി എന്തെങ്കിലും ആയിപ്പോ എനിക്കറിയില്ല. ലൈഫല്ലേ, എന്ത് സംഭവിക്കും എന്താണെന്നൊന്നും പറയാൻ ഇനി പറ്റില്ല. എപ്പോഴെങ്കിലും പഴയ തൊപ്പിയിലേക്ക് തിരിച്ചു പോവോ? അത് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഒരിക്കലും അങ്ങനെ സംഭവിക്കരുതേ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ പറയാൻ പറ്റില്ല. ലൈഫല്ലേ, എന്ത് എപ്പം സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ലൈഫിൽ എന്തെങ്കിലും അടുത്തൊരു ട്രോമയോ അങ്ങനെ എന്തെങ്കിലും വന്ന് ഞാൻ ലൈഫ് മൊത്തം ഫക്ഡപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ സ്റ്റേജിലേക്ക് പോകുമായിരിക്കും. എനിക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. കണ്ണട മാറ്റുമോ? കണ്ണ് കാണാൻ പറ്റില്ല. സോറി. ഓക്കെ, അപ്പം പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന തൊപ്പിയുടെ ആ ഒരു കണ്ണട വെച്ചോട്ടെ. എക്സ്പോഷർ ആകുമ്പോൾ ഒരു സംസാരിക്കാനുള്ള ഇത് കിട്ടുന്നില്ല. ഇതല്ല നല്ലത്. എക്സ്പ്രഷൻ ഒന്നും അറിയാൻ പറ്റണില്ല ഫേസിൽ. തീരെ കുഴപ്പമില്ല. ആണോ? ഓക്കെ. കണ്ണിൽ നിന്ന് നമുക്ക് സത്യം പുറത്തു വരാണ്ടിരിക്കാനാണ് കണ്ണട വെക്കുന്നത്. ഓക്കെ, അപ്പോൾ പണ്ടത്തെ തൊപ്പി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ തൊപ്പിയുടെ ആ ഒരു വെറൈറ്റി ഹെയർ സ്റ്റൈലാണ്. അത് തൊപ്പിക്ക് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞാൽ ഇല്ല. കാരണം അതൊരു വെയിറ്റ് പോലെ തലയിൽ. അതായത് അത് വളർന്ന് ഭയങ്കര വലുതായി. ആദ്യമെല്ലാം ഓക്കെ ആയിരുന്നു, പിന്നെ വളർന്ന് വലുതായി വലിയ ഒരു ബാണ്ടക്കെട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അത് മുറിച്ചതിന് ശേഷമാണ് ഇത് മുറിച്ചതിന് ഇത്രയും വലിയ ഭാരം തലയിൽ നിന്ന് ഇറക്കി വെച്ച ഒരു സുഖം കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞത് മുറിച്ചതിന് ശേഷം. മുറിക്കുന്നവരെ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഇത്രയും വലിയൊരു ഭാരം തലയിൽ കൊണ്ട് നടക്കുന്നത്. മുടീൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൊത്തം ഞാൻ ആ സമയത്ത് ഉണ്ടായ ക്യാരക്ടർ അടക്കം അത് മാറ്റി വെച്ചപ്പോൾ മൈൻഡിനും ഒരു ഭാരം ഇറക്കി വെച്ച പോലത്തെ ഒരു ഫീലാണ്. ഭയങ്കര എന്താ പറയുക, റിലാക്സ്ഡ് ആയി അതിന് ശേഷം. തൊപ്പിന്ന് നിഹാദിൽക്ക് മാറണം എന്ന് തോന്നാൻ കാരണം എന്താ? അതിനൊരു ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ ഒരു പോയിന്റ് വരാനായിട്ട്. അതിനെന്താണ് കാരണം? സത്യം പറഞ്ഞാൽ ആ സമയത്ത് തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാൻ അല്ല ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സമയത്ത് ബ്രേക്ക് എടുത്തൊരു 5-6 മാസം കഴിഞ്ഞ് തിരിച്ച് നിഹാദിലേക്ക് വരുന്നത് ഞാൻ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. അതായത് ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിച്ച് ഈ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിലാണ് ഞാൻ ഈ തൊപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അപ്പോഴൊന്നും ഈ നിഹാദ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു തിരിച്ചു വരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ആ സമയത്തൊന്നും ആ ബ്രേക്കിലുള്ള 1 മാസം 2 മാസം 3 മാസം 4 മാസം ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുക, ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുക. അപ്പോൾ ഒന്നും എൻ്റെ മൈൻഡിൽ ഈ നിഹാദ് എന്ന് പറഞ്ഞ ക്യാരക്ടറായിട്ട് പുറത്ത് വരണമെന്നൊന്നുമില്ല. ഞാൻ മൊത്തമായിട്ട് നിർത്തി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ പോയതാണ്. പിന്നെയാണ് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആൾക്കാർ തൊപ്പിയല്ല ഇത് നിഹാദ് എന്നുള്ള പുതിയൊരു സാധനം ആൾക്കാർ പറയാൻ തുടങ്ങിയത്. പിന്നെ ഞാനത് ആക്സെപ്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ തൊപ്പിയിൽ നിന്ന് നിഹാദിലേക്ക് മാറാമെന്ന് വിചാരിച്ചിട്ട് പോയതല്ല. സത്യം പറഞ്ഞാൽ ഈ ക്യാരക്ടറായി മൊത്തത്തിൽ സോഷ്യൽ മീഡിയ അവസാനിപ്പിക്കുക എന്നുള്ള മൈൻഡിൽ ഞാൻ നിർത്തിയിട്ട് പോയതാണ്. പിന്നെ അങ്ങനെയൊക്കെ. ഓക്കെ, അപ്പം തൊപ്പിനെ പറ്റി പറയുമ്പോൾ തന്നെ തൊപ്പിക്ക് വണ്ടീനോടുള്ള ക്രേസ് നമുക്ക് ഭയങ്കരമായിട്ട് അറിയാം. അപ്പം വണ്ടീനോട് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ക്രേസ് ഇവിടെ ഉള്ള ഇപ്പൊ കേരളത്തിലുള്ള വണ്ടി പ്രാന്തന്മാരെ വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നും ഒന്നുമല്ല. ഞാനൊന്നും എവിടെയും എത്തിയില്ല. എത്ര വണ്ടിയുണ്ട്? ഒരു 4-5 വണ്ടിയുണ്ട്. 6 വണ്ടിയില്ലേ? 6 ബൈക്കെല്ലാം കൂട്ടുവാണെങ്കിൽ 6-7-8 ആയി. ഓക്കെ, ലൈക്ക് ഇത്ര വണ്ടി വാങ്ങണം എന്നൊക്കെ തോന്നാൻ കാരണം എന്താ? അത് എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ടിനെ കുറിച്ച് സീറോ നോളേജ് ആയിരുന്നു. അതായത് ആദ്യം പണ്ട് ഞാൻ ഇങ്ങനെ വണ്ടീൻ്റെ വീഡിയോസ് എല്ലാം റിയാക്ട് ചെയ്യുന്നത് ആൾക്കാർ കണ്ടറിയാം. ഞാൻ ഇവന്മാരെന്ത് ഈ ചിന്തിക്കുന്നത്, എന്താ വണ്ടി കണ്ടിട്ട് കുറേ ഈ വണ്ടി പൊട്ടന്മാർ ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയല്ല ഞാൻ സംസാരിക്കല്. പിന്നെ ആദ്യമായിട്ടൊരു വണ്ടി എടുക്കുന്നത് നാനോ കാർ എൻ്റെ കണ്ടിട്ടുണ്ടോ? ഒരു മഞ്ഞ നാനോ കാറാണ് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത്. അതിനകത്ത് ഇരുന്നിട്ടല്ലേ വൺ ഡേ ബ്രദർ എന്നൊക്കെ പറയാം? അല്ല അത് വേറെ. ഇടിയില്ല.
അതൊരു നാനോ അല്ലായിരുന്നോ? അല്ല അത് നാനോ അല്ല, അത് സോറി, ഞാൻ കണ്ടപ്പോ അത് നാനോ തെറ്റിദ്ധരിച്ചു. ഓക്കെ. അങ്ങനെ നാനോ കഴിഞ്ഞ് ഒരു ഫോർച്യൂണർ എടുത്തു ബ്ലാക്ക്, പിന്നെ വേറെ ഒന്നും എടുക്കാൻ തോന്നി ഒരു വൈറ്റ് ഫോർച്യൂണർ എടുത്തു. പിന്നെ അങ്ങനെ അങ്ങനെ വണ്ടി പിന്നെ ബി എം എടുത്തു. ഇങ്ങനെ വണ്ടിനെ കുറിച്ച് അറിഞ്ഞ് വണ്ടി ഓടിക്കാൻ പഠിച്ച ആ സമയം എനിക്ക് മുന്നേ വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഓടിക്കാൻ പഠിച്ചതിന് ശേഷമാണ് വണ്ടിനോടുള്ള ഒരു ക്രേസ് വന്നത്. ക്രേസ് എന്ന് പറയാം, സത്യം പറഞ്ഞാൽ ഞാൻ ഈ വണ്ടി പ്രാന്തന്മാരുടെ ഇടയിൽ ഞാൻ സീറോ ആണ്. നിങ്ങൾക്ക് അറിയാത്തോണ്ടായി ഇപ്പം ഈ ബാക്കിയുള്ള ഈ തമിഴ്നാടും കർണാടക ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ വെഹിക്കിൾ പ്രാന്തന്മാരുടെ മെയിൻ ലോകമായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് എൻ്റെ മൈൻഡിൽ. ഓക്കെ. അപ്പം തൊപ്പി BMW എടുത്തത് ഭയങ്കര വൈറലായിരുന്നു. അപ്പൊ അതിന് പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഇല്ലേ? സ്റ്റോറി ഒന്നുമില്ല, എടുക്കാൻ തോന്നി എടുത്തു, അത്രേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സ്റ്റോറി പക്ഷെ അതിന്റെ പിന്നിൽ എന്തോ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു സ്റ്റോറി ഒന്നുമല്ല. എനിക്ക് ഞാൻ വേറൊരാളോട് BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അപ്പം എനിക്ക് ഒരെണ്ണം എടുക്കാൻ തോന്നി, അത്രേ ഉള്ളൂ. അതാരാന്ന് പറയോ? അത് മോശമല്ല, അങ്ങനെ വേറൊരാൾ ഇതിലേക്ക് വലിച്ചേക്കുന്നത് അത് ഭയങ്കര മോശം. ഒരാളോട് ഞാൻ BMW ഓടിക്കാൻ ചോദിച്ചു, അതായത് ഈ ഫീൽഡിലുള്ളതാണോ? ഏത് ഫീൽഡില്? ലൈക്ക് സോഷ്യൽ ഒരാള് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. സോഷ്യൽ മീഡിയയിലെ ഒരാള് അങ്ങനെ BMW ഓടിക്കാൻ ചോദിച്ചു, ഓടിക്കാൻ തന്നില്ല. അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിൾ. കാരണം ഞാനിപ്പോൾ ഒരു BMW എടുത്തതിന് ശേഷം എനിക്ക് മനസ്സിലാകുന്നത് ഒരിക്കലും അങ്ങനെ ഒരാൾ വേറൊരാൾക്ക്, പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷറി വണ്ടി എടുത്ത ഒരാൾ ഒരിക്കലും വേറൊരാൾക്ക് ഓടിക്കാൻ കൊടുക്കൂല. അത് ഓൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡബിളാണ്. പക്ഷെ അവൻ അങ്ങനെ ചെയ്തത് എനിക്ക് മോട്ടിവേഷനായി, അത് എനിക്ക് നല്ലതായി. അങ്ങനെയാണ് BM എടുക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ വേറൊരു റീസൺ എന്ന് പറഞ്ഞാൽ മുനുവിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മുനുവിന് BMW ഇഷ്ടമാണ്. പിന്നെ ഫോർച്യൂണർ എടുത്തതിലും മുനുവിനൊരു പങ്കുണ്ട്. മുനുവിൻ്റെ ഡ്രീം വണ്ടിയായിരുന്നു ഫോർച്യൂണർ. കുറേ കൊല്ലം മുന്നേ, ഒരു 5-10 കൊല്ലം മുന്നേ, അല്ല ഒരു 5-8 കൊല്ലം മുന്നേ ഇവനെപ്പോഴും പറയും ഈ ഫോർച്യൂണറിൻ്റെ കാര്യം. അങ്ങനെയാണ് ഞാൻ 2 ഫോർച്യൂണർ എടുക്കുന്നത്. ഒന്ന് എനിക്ക് ഒന്ന് എനിക്ക് എന്നുള്ള ലെവലിലാണ് ഞാൻ എടുക്കുന്നത്. അങ്ങനെ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോഡിഫൈഡ് കാർസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പം തൊപ്പിക്കാണെങ്കിൽ മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാർ എടുത്തിട്ട് അത് മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഏതായിരിക്കും, എന്തൊക്കെയായിരിക്കും ചെയ്യുക? മോഡിഫൈ ചെയ്യാൻ എനിക്കൊരു പോർച്ച് 911 എടുക്കണമെന്നുണ്ട്. മോഡിഫൈ ചെയ്യാനൊന്നും ആഗ്രഹമില്ല. മോഡിഫൈഡ് കാർസ് ഇഷ്ടമാണ്, പക്ഷെ ഒരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്യാൻ ഒന്നും വലിയ താല്പര്യമില്ല. ഞാനിപ്പോൾ എൻ്റെ വൈറ്റ് ഫോർച്യൂണർ ഞാൻ സ്റ്റിക്കർ അടിച്ച്, അത് മോഡിഫൈ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ മോഡിഫൈ ചെയ്യുന്ന ആളല്ല. ഞാൻ ജസ്റ്റ് ഇതൊരു ഗ്യാങ് വണ്ടി, നമ്മളെ MRG ഗ്യാങ്ങിൻ്റെ വണ്ടിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്റ്റിക്കർ ഒട്ടിച്ചു, അത്രേ ഉള്ളൂ. പേരൊട്ടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അങ്ങനെ മോഡിഫിക്കേഷൻ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്യലില്ല.